നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 പ്രവൃത്തി ദിനം മാത്രം ശേഷിക്കെ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ കെ ശൈലജ പേരാവൂരിലും ടി രാമകൃഷ്ണൻ പേരാമ്പ്രയിലും പത്രിക നൽകി. നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥികളായ കെ മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, മോൻസ് ജോസഫ് തുടങ്ങിയ നേതാക്കൾ പത്രിക സമർപ്പിച്ചു. പാലക്കാട് രമേശ് പിഷാരടിയും പത്രിക നൽകി. NDA സ്ഥാനാർത്ഥികളായ വി മുരളീധരനും ഷോൺ ജോർജും അടക്കമുള്ള നേതാക്കളും പത്രിക സമർപ്പിച്ചു. ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് അല്പസമയം മുമ്പാണ് പത്രിക സമർപ്പിച്ചത്. ഷിജോ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷിജോ, ഇത്തവണ നടക്കുകയാണ്. കരുത്തരായ 3 സ്ഥാനാർത്ഥി. വീണ ജോർജ് ഇപ്പോഴത്തെ മന്ത്രിക്കെതിരെ വരുന്നത് അബിൻ വർക്കി. കഴിഞ്ഞ കുറെ കാലമായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ടിരുന്ന അബിൻ വർക്കി, മറുവശത്ത് മുൻപും ആറന്മുളയിൽ ഏറെ പരിചയമുള്ള കുമ്മനം രാജശേഖരൻ കൂടി വരുന്നു. ഒരു കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിന്റെ എല്ലാ ആവേശവും അവിടുത്തെ പ്രചരണത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഗോകുൽ, അമൽ, എന്തായാലും ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് അല്പസമയം മുമ്പ് വരണാധികാരിക്ക് മുമ്പാകെ എത്തി പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. പ്രവർത്തകരോടൊപ്പം ഇവിടുന്ന് പ്രകടനമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായിട്ടാണ് വീണ ജോർജ് വരണാധികാരിക്ക് മുമ്പാകെ കളക്ടറേറ്റിലേക്ക് എത്തിയത്. എന്തായാലും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം വീണ ജോർജ് പുറത്തേക്ക് വരും. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഒരു വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം തന്നെയാണ് ആറന്മുള എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലമായിട്ട് LDF വിലയിരുത്തുന്നുണ്ട്, UDF വിലയിരുത്തുന്നുണ്ട്. BJPക്കും അങ്ങനെ ഒരു ചിന്തയ്ക്ക് കുറവിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കുമ്മനം രാജശേഖരനെ തന്നെ ആറന്മുളയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും വീണ ജോർജ് 3ാം തവണ ആറന്മുളയിൽ നിന്ന് ജനവിധി തേടുമ്പോൾ കഴിഞ്ഞ 2 തവണയും തനിക്കൊപ്പം നിന്ന വോട്ടർമാർ ഇത്തവണയും തനിക്കൊപ്പം ഉണ്ടാകും എന്നുള്ള വലിയ ആത്മവിശ്വാസം വീണ ജോർജ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോഴും വീണ ജോർജ് അത്തരത്തിലുള്ള വലിയ ആത്മവിശ്വാസമാണ് പങ്കുവെച്ചത്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആറന്മുളയിൽ ഒരു തരത്തിലും ഇടതുമുന്നണി LDF ഒരു തരത്തിലും വിയർക്കില്ല എന്നുകൂടി വീണ ജോർജ് പറയുകയും ചെയ്തിരുന്നു. അങ്ങേയറ്റം വാശിയേറിയ പോരാട്ടം തന്നെയാണ് ആറന്മുളയിൽ നടക്കുന്നത്. എന്തായാലും പത്രികാ സമർപ്പണം രാവിലെ മുതൽ തന്നെ പുരോഗമിക്കുകയാണ് മണ്ഡലത്തിലുടനീളം. ഇപ്പോൾ ആറന്മുള നിയോജകമണ്ഡലത്തിൽ നിന്ന് നിലവിൽ വീണ ജോർജ് മാത്രമാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം മറ്റ് സ്ഥാനാർത്ഥികൾ LDFന്റെ ബാക്കിയുള്ള 4 സ്ഥാനാർത്ഥികളും ഇന്ന് രാവിലെയായിട്ട് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലെത്തി പത്രിക സമർപ്പിച്ചിരുന്നു. കോന്നി സ്ഥാനാർത്ഥിയായിട്ടുള്ള ജനീഷ് കുമാർ പത്രിക സമർപ്പിച്ചു, പ്രമോദ് നാരായണൻ പത്രിക സമർപ്പിച്ചു. അതുപോലെ തന്നെ CPIയുടെ LDFന്റെ അടൂരിലെ സ്ഥാനാർത്ഥി പ്രിജി കണ്ണനും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പത്രികാ സമർപ്പണം ഊർജിതമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ആറന്മുള എന്ന് പറയുന്നത് ഏറ്റവും വാശിയേറിയൊരു മണ്ഡലമായിട്ട് തന്നെ എല്ലാവരും വിലയിരുത്തുന്നത്. രാഷ്ട്രീയ കേരളം എല്ലാം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്ന് അത് ആറന്മുളയാണ്. കാരണം ആറന്മുള തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു വാശി UDFനുണ്ട്. കാരണം അവരുടെ കയ്യിൽ നിന്നാണ് കഴിഞ്ഞ 2 തവണയായിട്ട് LDF ആ മണ്ഡലം തിരിച്ചു പിടിച്ചത് വീണ ജോർജിലൂടെ. ആദ്യം വീണ ജോർജ് ജയിച്ച് MLA ആകുന്നു, പിന്നീട് മന്ത്രിയാകുന്നു. അങ്ങനെ ആ മണ്ഡലത്തിൽ LDFന് കൃത്യമായിട്ട് ഒരു സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് UDFന്റെ ഒരു യുവമുഖമായിട്ടുള്ള അബിൻ വർക്കിയെ അവിടേക്ക് സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നത്. പല പേരുകൾ ആറന്മുളയിൽ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ അവിടുന്ന് പല പേരുകൾ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അവിടെ വീണ ജോർജിനൊപ്പം ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കണമെങ്കിൽ അവിടെ അബിൻ വർക്കി വരണം എന്നുള്ള UDFന്റെ വിലയിരുത്തൽ അടിസ്ഥാനത്തിലാണ് അബിൻ വർക്കി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നത്. ഇന്നലെ ജില്ലയിലെത്തിയ അബിൻ വർക്കി മണ്ഡലത്തിലൂടെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ അബിൻ വർക്കിയുടെ റോഡ് ഷോയും കൂടി പുരോഗമിക്കുകയാണ്. എന്തായാലും വീണ ജോർജ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒരു തരത്തിലും ആറന്മുള നിയോജക മണ്ഡലത്തിൽ LDF വിയർക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യം തന്നെ വീണ ജോർജ് പറയുന്നുണ്ട്. കേരളത്തിലുടനീളം എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും 100-ലധികം സീറ്റ് നേടി ഇടതുമുന്നണി അധികാരത്തിൽ വരും, അക്കൂട്ടത്തിൽ ആറന്മുളയും ഉണ്ടാകും എന്നുള്ള കാര്യമാണ് വീണ ജോർജ് പറഞ്ഞിരുന്നത്. ഈ കണ്ട വിവാദങ്ങളൊന്നും ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെയോ തന്റെ സ്ഥാനാർത്ഥിത്വത്തെയോ ഒന്നും ബാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി വീണ ജോർജ് പറഞ്ഞിരുന്നു. കാരണം മണ്ഡലത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള വലിയ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി പറയുന്നുണ്ട്. കോന്നി മെഡിക്കൽ കോളേജ് ആയാലും മറ്റ് ജനറൽ ആശുപത്രി ആയാലും ജില്ലാ ആശുപത്രി ആയാലും അങ്ങനെ ആശുപത്രിയുടെ കാര്യത്തിലായാലും റോഡിന്റെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ വലിയ തരത്തിൽ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ വീണ ജോർജ് വോട്ടർമാരോട് പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ അതിനപ്പോഴും അതിന് വിമർശനമായിട്ട് UDFും BJPയും പറയുന്നത് ഉദ്ഘാടനങ്ങൾ മാത്രം നടത്തി പോവുകയാണ്, പദ്ധതികൾ പൂർത്തിയാക്കുന്നില്ല എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുമ്പോഴും വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് മണ്ഡലത്തിൽ വീണ ജോർജിന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈദ്ഗാഹ് അടക്കം നടന്ന പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും ഒക്കെ എത്തി വോട്ടർമാരെ നേരിൽ കണ്ട് ഈ വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു വീണ ജോർജ്. അതിനു മുമ്പ് തന്നെ ഒരു കാര്യം കൂടി, അടൂരിലേക്ക് കൂടി BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി വരുന്നു. പന്തളം പ്രതാപൻ വീണ്ടും ഒരു തവണ കൂടി അടൂരിൽ അംഗത്തിന് ഇറങ്ങുകയാണ്. അപ്പോ ഏതാണ്ട് ജില്ലയിലെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥി എല്ലായിടത്തും എല്ലാ മണ്ഡലങ്ങളിലും 3 മുന്നണികൾക്ക് സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു അല്ലേ? ചോദ്യം വ്യക്തമായില്ല, ഒന്നുകൂടെ ചോദിക്കാമോ? ഷിജോ, അടൂരിൽ പന്തളം പ്രതാപൻ കൂടി വരികയാണ്, NDAയുടെ സ്ഥാനാർത്ഥി കൂടിയാകുന്നു. അങ്ങനെ ജില്ലയിലെ
3 പ്രധാനപ്പെട്ട മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിലും ഫീൽഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതെ ഗോകുൽ, ആറന്മുളയ്ക്ക് അപ്പുറത്തേക്ക് അടൂരിലേക്ക് പോയാൽ അടൂരിലും വലിയ തരത്തിലുള്ള ഒരു വാശിയേറിയ പോരാട്ടം ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അവിടെ ഇപ്പോൾ തന്നെ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള LDFന്റെ സ്ഥാനാർത്ഥി പ്രിജി കണ്ണൻ 2ാം റൗണ്ട് പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ മൊത്തത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം ചുവരെഴുത്തും അതുപോലെ തന്നെ പ്രചരണവും തുടങ്ങിയത് അടൂരിലാണ് എന്ന് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം. കാരണം കൊല്ലം സ്വദേശിയായിട്ടുള്ള പ്രിജി കണ്ണൻ അവിടേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവിടെ ചുവരെഴുത്തും മറ്റ് കാര്യങ്ങളുമൊക്കെ തുടങ്ങിയിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. അതോടുകൂടി പ്രിജി മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുകയും അവിടെ ഒരു സ്വാധീനം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു യുവരക്തമായതുകൊണ്ട് തന്നെ പ്രിജിക്ക് മണ്ഡലത്തിൽ വളരെ വേഗം പലയിടങ്ങളിലേക്കും ഓടിയെത്താൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ UDFനെ സംബന്ധിച്ചുകൊണ്ട് അടൂരിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. കാരണം അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന ബാബു ദിവാകരൻ UDFിൽ നിന്ന് പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFിനകത്ത് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ UDF അടൂരിൽ നേരിടുന്നുണ്ട്. BJPയിലായാലും ഈ പറയുന്ന പന്തളം പ്രതാപനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പ്രതീതി എത്തിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അവിടെ ഒരു UDFിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമോ എന്നുള്ള ഭയം UDFിനകത്തുണ്ട്. BJPയെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം ആഭ്യന്തര പ്രശ്നം വലിയ തരത്തിൽ BJPക്കുള്ളിലുണ്ട്. അവർ പറയുന്ന അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുന്ന കാര്യത്തിനകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുമ്പോൾ മണ്ഡലത്തിൽ സുപരിചിതരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് BJPയുടെ സ്റ്റാർ ക്ലാസ് മണ്ഡലമായ കോന്നിയിൽ നടക്കമുള്ള വിമർശനമായിട്ട് ഉയർന്നു വന്നതാണ്. കോന്നിയിൽ ഈ പറയുന്ന BDJSന് കൊടുക്കുന്നു, റാന്നിയിലാകട്ടെ 2020 കൊടുക്കുന്നു. ഇവിടേക്ക് വരുമ്പോൾ അടൂരിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും അവിടെ മറ്റ് പല പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആശാനാഥിന്റെ പേരടക്കം അടൂരിലേക്ക് പറഞ്ഞു കേട്ടിരുന്നതാണ്. മറ്റ് പല പേരുകൾ കൂടി പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ പന്തളം പ്രതാപൻ വരുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ ആ പറയുന്ന രീതിയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. കാരണം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പോലും അല്പസമയം മുമ്പാണ്. അപ്പോൾ അവിടെ ഇതുവരെ പ്രചരണം നടത്താതെ പിന്നോട്ട് പോയതിന്റെ ഒരു ക്ഷീണം ഒരുപക്ഷെ ഉണ്ടാകുമോ എന്നുള്ള ഭയമുണ്ട്. നേരത്തെ ഗോകുലും അമലും സൂചിപ്പിച്ചതുപോലെ 2 പ്രവൃത്തി ദിനങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് ബാക്കിയുള്ളത്. ആ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കണം. അതിനിടയിൽ ഈ പ്രചരണം നടത്തണം. അങ്ങനെയുള്ള വലിയ തരത്തിലുള്ള പ്രചരണം നടത്തി ഇടപെടൽ നടത്തി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ആ സമയത്തിനിടയ്ക്ക് ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾ ഒരു പടി കടന്ന് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നത് വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലും ഒക്കെ ആയിരിക്കും. എന്തായാലും പ്രചരണം കൊണ്ടുപിടിച്ച് തകൃതിയായിട്ട് തന്നെ നടക്കുകയാണ്. ആറന്മുളയിലായാലും അടൂരിലായാലും കോന്നിയിലേക്ക് വന്നാലും അവിടെ KU ജനീഷ് കുമാർ ഇത്തവണയും മണ്ഡലം നിലനിർത്തും എന്നുള്ള ഏതായാലും അവിടെ സ്ഥാനാർത്ഥികൾ അങ്ങനെ വരിവരിയായി പത്രിക നൽകുകയാണ്. അടൂരിലെ NDA സ്ഥാനാർത്ഥി കൂടി വന്നതോടുകൂടി മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി കൊണ്ടുപിടിച്ച പ്രചാരണത്തിന്റെ സമയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.